വീഡിയോ ആരും സ്കിപ്പ് ചെയ്യല്ലേ. ചേച്ചിയുടെ എക്സ്ക്ലൂസീവ് സാധനം കാണണോ? അതായത് മെമ്പർഷിപ്പിനകത്ത് എന്താണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് കാണണം. ഞാനിത് കണ്ടപ്പോൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ചേച്ചിക്ക് അതിൽ നിന്ന് ഇപ്പം തന്നെ 1,18,000 രൂപയോളം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രേണുവിനെ ഇഷ്ടപ്പെടാത്തവരൊന്ന് ലൈക്ക് അടിക്കുക, കൂട്ടത്തിൽ ഒരു ഹൈപ്പും കൂടെ ഒന്ന് കൊടുത്തേക്കാം. യൂട്യൂബിൽ കാണുന്നവർ, ഫേസ്ബുക്കിൽ കാണുന്നവർ പരമാവധി ഒന്ന് ഷെയർ ചെയ്തു. പിന്നെ ഫോളോസ് ചെയ്യാത്തവരൊന്ന് ഫോളോയും കൂടെ ചെയ്തു. എന്തായാലും നമുക്ക് ആ എക്സ്ക്ലൂസീവ് സാധനം ഒന്ന് കണ്ടിട്ട് വരാം. ഒരുപാട് വൈകിയെന്ന് പിന്നെ അല്ലാണ്ട് ഒരുപാട് അങ്ങ് വൈകിയില്ലേ? പെണ്ണിന്റെ ഒരു കാര്യം നാണം വരുന്നു കേട്ടോ. ഒരുപാട് അങ്ങ് വൈകിയെന്ന്. സുബി ഉള്ള സമയത്താണെങ്കിൽ ഇതൊക്കെ തന്നെ ഉള്ളായിരുന്നു പരിപാടി. പിന്നെന്താണ് കാണിക്ക്. ലവ് യു സോ മച്ച്. പിന്നെ ഇതൊക്കെ വന്നിട്ട് പോടാ ഊളെ പോടാ മെറ്റേ മോനെ എന്നൊക്കെ കമന്റ് ഇടാൻ വരുന്നവരെ ഇതെല്ലാം കണ്ടിട്ടല്ലേ ഇടുന്നേ. ബാ നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം. എന്നിട്ട് ഞാൻ രേണുവിനെ കുറ്റം പറയുമ്പോൾ നിങ്ങൾ എന്നെ വന്നത് അറിയൂലേ? അന്തസ്. അങ്ങനെയും കുറെ നാറികളുണ്ട്. ഒന്നാമത്തെ ആ പോസൊക്കെ കണ്ടില്ലേ? ഇതാണ് എക്സ്ക്ലൂസീവ് സാധനം. നല്ലതാ. ഇനി അടുത്തത് എന്തോ ഡോലാരെയാണെന്ന് തോന്നുന്നു. നമുക്ക് സ്റ്റെപ്പ് ഇടാനൊന്നും പറ്റില്ല. അത് കാതുലിന് പറഞ്ഞ പരിപാടി. അവനൊക്കെ നല്ല റേഞ്ച് സാധനം ഇട്ടോടും. ഡോളറെ മാറ്റി. ഇനി നമുക്ക് കോപ്പിറൈറ്റ് വല്ലതും അടിക്കും. കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു. പണ്ടാരം. അടുത്ത വരൂ. ചെസ്റ്റ് നമ്പർ 2. അടുത്ത ഫോട്ടോസ് ആണ് കേട്ടോ. എക്സ്ക്ലൂസീവ് വേണ്ട, നമുക്ക് വേണ്ട. വേണ്ട. എൻ്റെ അമ്മോ, കണ്ടു. ഇതൊക്കെയാണ് ചേച്ചിയുടെ എക്സ്ക്ലൂസീവ്. പാവം പിടിച്ച ഒരു സ്ത്രീയെ നിനക്കൊക്കെ ദ്രോഹിക്കാൻ നാണമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന കുറെ അവൾമാരുണ്ടല്ലോ. നിനക്കൊക്കെ നേരിട്ട് വന്ന് ചോദിക്കാനുള്ള കടിച്ചുണ്ടെങ്കിൽ വന്ന് ചോദിക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞു തരാം ബാക്കിയും കൂടെ കഥ എന്താന്ന്. സീരിയസ്ലി. പിന്നെ കുറെ പേര് പറയുന്നുണ്ട് രേണുസുതിയെ കുറിച്ച് നിനക്കൊക്കെ വല്ല അറിയാമെന്നോ? ഞങ്ങൾക്ക് അറിയാവുന്നതിന്റെ അത്രം കൂടുള്ളവർക്ക് പോലും അറിയത്തില്ല. അത് വേറെ കാര്യങ്ങൾ. വേറെ ഒരു മനുഷ്യനും അറിയത്തില്ല. പാവം പിടിച്ചവൾ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യത്തില്ല. സ്വന്തം ഭർത്താവിന്റെ പേരും പറഞ്ഞിട്ട് എന്തൊക്കെ കോപ്രായങ്ങളെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്നത്. ഇത് മാത്രം വെച്ചോണ്ടിരുന്ന ആൾക്കാർ എന്നെ വല്ലൊക്കെ പറയും. മാറ്റിട്ടില്ല. ഓക്കെ, എന്തായാലും എൻ്റെ സുധിച്ചേട്ടന് വേണ്ടിയല്ലേ ഇതെല്ലാം. ഇതെന്ത് സാധനം? ശ്വാസം മുട്ടി ചത്തു വന്നളെ വിട്. ഇതാണ് എക്സ്ക്ലൂസീവ് സാധനങ്ങളൊക്കെ. കുളിരണ്ട. ഇപ്പൊ തന്നെ അങ്ങ് വീർത്ത് ശരിക്കും. അസിസ്റ്റൻസ് ആരുമില്ല. നമുക്ക് ഒരാൾ നിർത്തണം. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഒപ്പിത്തരാണേ. ഗോഡ്. വേണ്ട. മാറ്റാം. ഇനി കല്യാണ സർട്ടിഫിക്കറ്റുമായിട്ട് ചേച്ചി വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ഏപ്രിൽ തൊട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു, രേണു സുധിയും തമ്മിൽ കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ല, ഇത് എന്തോ സെറ്റപ്പ് പരിപാടിയാണെന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കുറെ ആൾക്കാരൊക്കെ. ഇനിയിപ്പോൾ എവിടെ നോക്കി ഒപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും. ഇതുവരെ ഇല്ലാത്ത രേണു ഇതൊക്കെ എന്തിനാ പൊക്കിക്കൊണ്ട് വന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഏതെങ്കിലും ഫോട്ടോഷൂട്ട് എടുത്തായിരിക്കും. വരൂ. മോളെ ഇതൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ചു നീ? എത്ര രൂപയാണ് സംഭവം അച്ചടിച്ചേ നീ? ഇത്ര നാൾ പണയം വെച്ചിരിക്കുമായിരുന്നു. അറിയാൻ വയ്യതുകൊണ്ട് ചോദിക്കുകയാണ്. സുധി ശിവദാസൻ ദാസാ? എല്ലാ ദാസന്മാരാണല്ലോ. ശിവദ ഇപ്പൊ ഒരു ദാസ് പോയപ്പോ കുക്കുംബർ ദാസ് വന്നല്ലോ. ഇനി എന്തൊക്കെ വേണം?
ചേട്ടാ അങ്ങനെ രേണു സുധിയുടെ കല്യാണ സർട്ടിഫിക്കറ്റ് നമ്മൾ ചേച്ചി കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ അതിനായിട്ട് പൊടി പുല്ലിയെന്ന് അങ്ങോട്ട് വിട്ടപ്പം കമലി എൻ്റെ പൊന്നി ചേച്ചി എത്ര എണ്ണം നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നുണ്ട് തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ. നോക്കട്ടെ എന്തുവായിരുന്നു. നീക്ക പല്ലിന്ന് വിളിക്കുന്നുണ്ട്, എന്നെ പറയാത്ത അപരാധങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഞാൻ ക്ഷമിക്കുന്നതുകൊണ്ട് ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്ത് വിടുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയണം, പുല്ലേന്നും കോപ്പയെന്നൊക്കെ നിന്റെ പെണ്ണുമ്പളുണ്ട് വീട്ടിൽ, അവളെ ചെന്ന് വിളിച്ചോളാം കേട്ടോ. അയ്യേ നിന്നെ അപരാധിന്നൊക്കെയാണല്ലോ അതിലൊക്കെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊന്നും കുഴപ്പമൊന്നുമില്ലേ? അതിപ്പോൾ കണ്ടിന്യൂ ചെയ്യല്ലേ. വ്ളോഗേഴ്സ് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പാവം കൂടുതൽ കനവിക്കണ്ട, അതാ നല്ലത്. ഇത് വെക്കുന്നേക്കാളും നല്ലത് ഓടുന്നതാ. എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയല്ല. അയ്യോ ഇതെന്താ ഇവിടെ നിക്കറില്ലയോ? അല്ല പാനുണ്ട്. എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാ. നിങ്ങൾ ആ പ്രജീഷിനെ ഒന്ന് നോക്കിയാൽ അടിമുടി ഒന്ന് നോക്കിക്കേ. ആരായാലും ഒന്ന് ചിന്തിച്ചു പോകും ഈ കണ്ണാടിയൊക്കെ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ. ഓക്കെ, എന്തായാലും ചേച്ചിയുടെ മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. കച്ചവടമല്ല, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ. 1,18,000 രൂപ ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നോ എന്തൊക്കെ പരിപ്പോടെ മേടിക്കാം, എന്തൊക്കെ സാധനം. ഇപ്പോൾ ഉത്സവ സീസണാണ്. ഇതൊന്നും കണ്ടിട്ട് മക്കളെ നിങ്ങളൊന്നും എടുത്ത് ചാടല്ലേ. അയ്യോ എൻ്റെ ശ്രദ്ധിച്ചോട്ടാ. നെഗറ്റീവ് പറയുന്ന കുറെ ബ്ലോഗേഴ്സ് പറയുന്നത് സുധിച്ചേട്ടന്റെ പേര് മാറ്റുന്നത് എനിക്ക് സൗകര്യമില്ല. കാരണം അത് വെച്ചല്ലേ വിറ്റ് ജീവിക്കുന്നത്. വിറ്റ് 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 അങ്ങ് ജീവിക്കുകയാണ്. ഇപ്പൊ ഏതൊരു മുസ്ലിം ഇക്കാന്റെ കൂടാണ് ചേച്ചി. എല്ലാം ഇക്കയുടെ ഭാഗ്യം. ഇപ്പൊ നമ്മൾ മിക്ക വീട്ടിലും പറയുന്നതാണ് ഇക്കയുടെ കഥകൾ. ഇക്കയ്ക്ക് ഭാര്യയും കാണും കുട്ടികളും ഒക്കെ കാണുമായിരിക്കും. അല്ലെങ്കിൽ ഇക്കൊക്കെ ഒരു നേരം പോക്ക്. അല്ലാതെ ഇപ്പൊ എന്ത് പറയാനാ. എല്ലാം അറിയുന്നവൻ ദൈവം. എന്നാലും കൊള്ളാം, നല്ലതാ. ചേച്ചി ബാക്കി കൂടെ പറ. എന്റെ പേരല്ലാതെ വേറെ വല്ലവരുടെ പേര് എനിക്ക് ചേർക്കാൻ പറ്റും. അതാണ് ഞാൻ നിയമപരമായിട്ട് ഞങ്ങള് കല്യാണം കഴിച്ച ആ ഒരു സർട്ടിഫിക്കറ്റ് കാണിച്ചത്. പക്ഷെ അതിനകത്ത് തെറ്റിപ്പോയത് ഗ്രൂമും ഗ്രൂമും ആയി. എന്തെങ്കിലും ഇത്രയും നാൾ അവള് കാണിച്ചിട്ടില്ലായിരുന്നു ഈ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ. അന്ന് നമ്മൾ ഒരുപാട് വിഷയം ഉണ്ടായിരുന്നു. ഒരുപാട് വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ട് പോലും രേണുസുതി ആ ഒരു സർട്ടിഫിക്കറ്റ് കാണിച്ചില്ലായിരുന്നു. ഇപ്പൊ എവിടെ നിന്നൊക്കെയോ ആരെങ്കിലും ഏൽപ്പിച്ച് കാണുമായിരിക്കും അച്ചടിക്കാനൊക്കെ. ഇപ്പോഴായിരിക്കും കിട്ടിയത്. എന്തായാലും പുള്ളി മരിച്ചതിൻ്റെ തുകയും കാര്യങ്ങളൊക്കെ കിട്ടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം അത് പോവാൻ ഈ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ പിന്നെ ഒരു വാല്യൂ കാണത്തില്ലല്ലോ. വേറെ കല്യാണമൊക്കെ നോക്കി ചേച്ചി അങ്ങ് പോവും. ശ്രുതിയെ കൊണ്ട് എത്രമാത്രം ഉണ്ടാക്കാൻ പറ്റുമോ അത്രമാത്രം ഉണ്ടാക്കും, അത് ഉറപ്പാണ്. ട്രോളാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഗ്രൂം ആരാന്നും ബ്രൈഡ് ആരാന്നും പറയാനുള്ള വിദ്യാഭ്യാസം കേട്ടിട്ട് എനിക്ക്. പക്ഷെ എന്നാലും അങ്ങ് പറഞ്ഞു കൊടുത്തതാണ്. എന്നിട്ട് ട്രോളട്ടെ നോക്കിട്ട് കണ്ടന്റ് ആവട്ടെ. എന്നെ കൊണ്ട് ഉപജീവിക്കുന്ന കുറെ വ്ളോഗേഴ്സ് ഉണ്ട്. അതെ ചേച്ചി നമ്മള് കാരണം ചേച്ചി ഇപ്പൊ ഒരു ലെവലിലായി. ഇപ്പൊ നേരെ തിരിച്ചൊക്കെ ആ വർത്തമാനമൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത്. നിങ്ങളെ വിറ്റെങ്കിൽ നിങ്ങളെ വിറ്റ് ജീവിക്കുന്ന പോരെ. മറക്കരുത് കേട്ടോ, ഞങ്ങളും മറക്കത്തില്ല. അയ്യോ അവർക്ക് ഒരു ദിവസം ഞാൻ എന്റെ ഒരു വീഡിയോ കിട്ടിയില്ലെങ്കിൽ അവരെങ്ങനെ കഞ്ഞി കുടിക്കുന്നോട്ട് ഞാൻ ആകെ സങ്കടത്തിലാണ്. അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കാം. ഗ്രൂമും ബ്രൈഡും സുധിച്ചേട്ടനെ ഞാൻ ചുമക്കുന്നു ബ്രോഡും ബ്രൈഡും ഒക്കെ. നേരത്തെ വേറെ പണിയില്ല, പോകണം നമ്മളെ അവിടെ നിന്ന്. ഓക്കെ, എന്തായാലും രേണുവായിരിക്കും തന്തൊക്കെ വിളിച്ചതിൻ്റെ ചുമ. എന്തായാലും നമുക്ക് കണ്ടറിയാം ഇനി ഓരോ കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ 5 കഴിഞ്ഞ വർഷം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴാണ് ചേച്ചി കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ഏപ്രിലാണ് ഈ വിവാഹ സർട്ടിഫിക്കറ്റിൻ്റെയും ഇതിൻ്റെയൊക്കെ കാര്യം ചോദിച്ചപ്പോൾ ചേച്ചി ഈ മാർച്ചിലാണ് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത്. എന്തായാലും നല്ലതാണ്. എന്തായാലും ചേച്ചിയുടെ മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടല്ലോ, സംതൃപ്തിയായല്ലോ. ഓക്കെ ഗൈസ്, എന്ത് ചെയ്യാനാ, ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ബൈ, ലവ് യു ഓൾ.